മദീന മുനവ്വറയിലെ പച്ചക്കുബ്ബ വിശ്രുതമാണ്. ഓരോ സത്യവിശ്വാസിയുടെയും മനസ്സിൻ്റെ സന്തോഷവും കുളിർമയുമാണത്. ചെറുപ്പം മുതലേ നാം കണ്ടുവളർന്ന ചിത്രങ്ങളിൽ ഒന്ന് കഅബയും മറ്റൊന്ന് ഹുജറു ഷരീഫയുടെ പച്ചക്കുബ്ബയുമാണ്. ലോകത്ത് വെച്ച് ഏറ്റവും മഹത്വമുള്ള രണ്ടാമത്തെ പള്ളിയായ മസ്ജിദുൻ നബവിയുടെ തെക്ക് കിഴക്ക് മൂലയിലാണ് കുബ്ബത്തുൽ ഖളറാ എന്ന പ്രസിദ്ധമായ പച്ചക്കുബ്ബ നിലകൊള്ളുന്നത്. ഖുലഫാ ഉർ റാഷിദുകളുടെ കാലം മുതൽ അത് നിലവിലുണ്ടായിരുന്നെങ്കിലും ഇന്ന് കാണുന്ന രൂപത്തിന് സമാനമായി ആദ്യമായി നിർമ്മിക്കപ്പെട്ടത് AD 1279 അന്ന് തിരുനബിയുടെ ഖബർ ഷരീഫിന് മുകളിലായി ഉണ്ടാക്കിയ കുബ്ബ ചായം തേക്കാത്ത മരം കൊണ്ട് നിർമ്മിതമായിരുന്നു. 1818 ഉസ്മാനിയ കാലഘട്ടത്തിലെ സുൽത്താൻ മഹ്മൂദ് രണ്ടാമനാണ് ഇന്ന് കാണുന്ന അതേ രൂപത്തിലുള്ള കുബ്ബ പണി കഴിപ്പിച്ചത്. 1837 ആദ്യമായി ഈ കുബ്ബക്ക് പച്ച നിറം നൽകപ്പെട്ടത്. അതിനു മുമ്പുള്ള കാലങ്ങളിൽ വെള്ള, നീല തുടങ്ങിയ പല ചായങ്ങളും കൊടുത്തിരുന്നു. സഊദ് ബിൻ അബ്ദുൽ അസീസിൻ്റെ നേതൃത്വത്തിൽ മക്കയും മദീനയും പിടിച്ചടക്കപ്പെടുകയും ഒരുപാട് ഖബറുകളും മക്ബറകളും മിനാരങ്ങളും തകർക്കപ്പെടുകയും ചെയ്തപ്പോഴും റൗളയുടെ കുബ്ബ അതേപടി നിലനിർത്തി. 1837 പച്ച നിറം നൽകപ്പെട്ടതിന് ശേഷം കാലാന്തരങ്ങളായി അതേപോലെ നിലനിൽക്കുന്നു. പ്രവാചക സ്നേഹഗീതങ്ങളിലും പ്രഭാഷണങ്ങളിലും പച്ചക്കുബ്ബ എന്ന വരി പല രീതിയിൽ വിന്യസിക്കപ്പെടുന്നത് ലോകത്തിലെ എല്ലാ സാഹിത്യങ്ങളിലും കാണാനാകും. തിരുനബിയുടെ കാലഘട്ടത്തിൽ നിന്നും ഏറെ കാലം ദൂരെ ജീവിക്കാൻ വിധിക്കപ്പെട്ടവരുടെ അന്തരങ്ങളിൽ തിരുനബിയുടെ ചരിത്രവും തപ്തസ്മരണകളും അവാച്യമായ പ്രവാചകാനുരാഗവും നിലനിർത്തുന്ന ഒരു പ്രതീകമാണത്. 2006 പച്ചക്കുബ്ബയുടെ നിറത്തിന് മാറ്റം വരുത്താൻ അധികൃതർ ശ്രമിച്ചുവത്രേ. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുമുള്ള മുസ്ലിം ഭരണാധികാരികളുടെയും പ്രവാചക സ്നേഹികളുടെയും വിയോജിപ്പ് കണക്കിലെടുത്ത് ആ നീക്കത്തിൽ നിന്നും സഊദി ഭരണകൂടം പിന്മാറുകയായിരുന്നു. മസ്ജിദുൻ നബവിയിൽ ഉള്ളവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹുജ്റ ഷരീഫയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കൽ സുന്നത്താണ്. മസ്ജിദിൻ്റെ പുറത്തുള്ളവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്മരിച്ച് ആദരവോടെ പവിത്രമായ കുബ്ബയിലേക്ക് നോക്കലും സുന്നത്താണ്.